ഞാൻ എപ്പോൾ കൈ വെച്ചിട്ടുണ്ടോ, നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പല്ലവിയാണ്, ഞാൻ എപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യും എന്നുള്ളൊരു പല്ലവി സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. ആ മിസ്റ്റേക്കാണിത്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റോക്ക് മാർക്കറ്റ് താഴത്തേക്ക് കറക്റ്റ് ചെയ്യാണ്. പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. പുള്ളി എപ്പോൾ കൈ വിളിച്ചാൽ ആ ഇൻവെസ്റ്റർ പറഞ്ഞത് ശരിയാണ്. എപ്പോൾ പുള്ളി ഇൻവെസ്റ്റ് ചെയ്താലും സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ്. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മാർക്കറ്റ്സ് ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ്സ് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 മന്ത്സിന് FIIs 2 lakh crores അബവ് സെൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റിംഗ് മാർക്കറ്റിൽ നോർമലി ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്ക് താങ്കളുടെ അറിയുന്ന ആൾക്കാരും ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് 3 ക്രിട്ടിക്കൽ മിസ്റ്റേക്സ് ആണ് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നോർമലി ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. അത് നമ്മൾ ആസ് ഓൾവേസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ പിക്ചറോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നോർമലി ഇൻവെസ്റ്റേഴ്സ് വരുത്തിക്കുന്നതെന്ന്. നമുക്ക് ഇനി അത് വരുത്തിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ ഈ ചാനലിനകത്തുള്ള കണ്ടന്റ് നോക്കുക. അതിനകത്ത് കൂടുതൽ ഫൈനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, പോഡ്കാസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിനകത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു വാല്യൂ ആഡിംഗ് ആയിട്ട് എന്തായാലും തോന്നും. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 1-on-1 സെഷൻ വേണമെങ്കിൽ താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു 15 minutes ഫ്രീ 1-on-1 സെഷൻ നിങ്ങൾ അവൈൽ ചെയ്യുക. ദാറ്റ് ഇസ് ഓൺലി അവൈലബിൾ ടിൽ March 31st. അതേപോലെ തന്നെ നമ്മുടെ NISM രജിസ്റ്റേർഡ് ആയിട്ടുള്ള, NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ എങ്ങനെയുണ്ട്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നും മനസ്സിലാക്കാം. ഈ ഫോളോയിങ് മാർക്കറ്റിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യണം എന്നുള്ളതും ആ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് March 31st ആണ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് അവേ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫോളിംഗ് മാർക്കറ്റിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഇൻവെസ്റ്റേഴ്സ് നോർമലി ചെയ്യുന്നതെന്ന്. ആ മിസ്റ്റേക്സ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ വരുത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രേറ്റ് അവേ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് പോകാം. എന്നത്തെ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2000 തുടങ്ങി മാർക്കറ്റ് സിഗ്നിഫിക്കൻ്റ്ലി കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റ് താഴത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ താഴത്തേക്ക് വരുന്നതിനാണ് കറക്ഷൻ എന്ന് പൊതുവെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടേമാണ്. എന്ത് താഴത്തേക്ക് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അതിനെ കറക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 2000 തുടങ്ങി ഏതൊക്കെ പോയിന്റിലാണ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരിക്കണതെന്നും ഫോൾ പോയിന്റ്സിൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ചെയ്ത മിസ്റ്റേക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം .com ബബിൾ. ചിലപ്പോൾ ഈ കാണുന്നവരിൽ പലരും അന്ന് ഇൻവെസ്റ്റിംഗ് പോയിട്ട് നമ്മൾ സ്കൂളിൽ പോലും പാസ് ഔട്ടായി കാണില്ല. .com ബബിൾ സമയത്ത് ഞാനും സ്കൂളിൽ തന്നെയായിരുന്നു. അപ്പോൾ .com ബബിളിനെ കുറിച്ച് ഭയങ്കരമായി അതിതീവ്രമായി സംസാരിക്കാൻ എനിക്ക് കാര്യമായിട്ട് വരുന്നില്ല. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദ ഏരിയാസ് വെർ മാർക്കറ്റ് കറക്റ്റഡ് സിഗ്നിഫിക്കൻ്റ്ലി. അത് കഴിഞ്ഞ് നല്ലൊരു റാലി കഴിഞ്ഞ് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ്, അന്നാണ് നമ്മളെല്ലാവരും വർക്ക് ഫോഴ്സിലേക്ക് വരുന്നത്. ഞങ്ങൾ വർക്ക് ഫോഴ്സസിലേക്ക് വരുന്നത് ആ സമയത്താണ് 2008 അവിടെ മാർക്കറ്റ് ഈ ഒരു പീക്കിൽ നിന്ന് പിന്നെ നേരെ ഈ ഒരു യെല്ലോ വരച്ചിരിക്കണം അത്രയും രീതിയിൽ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് കഴിഞ്ഞ് യുവാൻ ഡീവാലുവേഷനും ഡീമോണിറ്റൈസേഷനും ഒരുമിച്ച് വരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മാർക്കറ്റ് ഒന്നുകൂടെ ഷാർപ്പായിട്ട് കറക്റ്റ് ചെയ്തു. പക്ഷേ എന്നാൽ തന്നെ അത് അത്രയും വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ അത്ര വലിയ കറക്ഷൻ ആയിരുന്നില്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഇനി അതും കഴിഞ്ഞ് മാർക്കറ്റ് സ്റ്റഡിലി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ്സ് ഇസ് ഗോയിങ് സ്റ്റഡിലി അപ്പ്. ചെറിയ കറക്ഷൻസ് 1%, 2% കറക്ഷൻസ് ഒന്നും നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. വലിയൊരു കറക്ഷൻ വരുന്നു കോവിഡിൻ്റെ. ഓക്കെ, ഇത് കോവിഡ് കറക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതാണ് മാർക്കറ്റ് ക്ലോസ് ടു 40%, 35%, 40%ഓളം സ്റ്റോക്ക് മാർക്കറ്റ് പോയ ഒരു സമയമാണ് കോവിഡ് ടൈം എന്ന് പറയുന്നത്. ഇനി അതും കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും സൂം ചെയ്തു. കോവിഡ് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഭയങ്കരമായിട്ട് റാലി ചെയ്തു. ഇടയിൽ വന്ന ചെറിയൊരു കറക്ഷനാണ് നമ്മുടെ റഷ്യ-യുക്രൈൻ വാർ. പക്ഷേ അതിനൊരു കറക്ഷൻ ഒന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷേ എനിത്തിങ് അബൌട്ട് 2% നമ്മൾ മാർക്ക് ചെയ്ത് പോയതിൻ്റെ കൂട്ടത്തിൽ ഇത് വന്നു എന്നുള്ളതാണ്. ഇനി അതും കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ഈ ഇസ്രായേൽ ഹമാസ് വാറും നമുക്ക് വിട്ട് കളഞ്ഞേക്കാം. അതിലൊക്കെ ഒരു റിലേറ്റീവ്ലി സ്മോൾ കറക്ഷനേ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ കറക്ഷനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന FIIസിന്റെ സെല്ലിംഗ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കറക്ഷനിൽ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിൽ നടന്നിരിക്കുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കറക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് ഇൻവെസ്റ്റർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലുണ്ട്. ഞാൻ ഒരു 2000 to 2010 കാലഘട്ടത്തിൽ ഒന്ന് നമുക്ക് സംസാരിക്കാം. ഈ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റർ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞു ഇരിക്കുകയും. ഓക്കെ, പലരും പറയും മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് റിട്ടേൺസ് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കേട്ട് ഇവിടെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ,
ഓക്കെ, എന്നിട്ട് അടുത്ത് വരാം. കാരണം അപ്പോൾ മാർക്കറ്റ് പീക്ഡ് ഔട്ടായി. ഒബ്വിയസ്ലി എല്ലാ മാർക്കറ്റിൻ്റെ പീക്ക് ഔട്ടും എല്ലാ മാർക്കറ്റും ഓവർ വാല്യൂഡ് ആയിട്ട് വരുമ്പോൾ ചെറിയൊരു കറക്ഷൻ വന്നു കഴിഞ്ഞിട്ടാണല്ലോ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോവുക. മാർക്കറ്റ് പീക്ക് ഔട്ടായി സമയത്തായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെയൊക്കെ അവർ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ഇത് കറക്ഷൻ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ നമ്മുടെ ലൈഫ് ആകുമ്പോൾ പോലും കറക്ഷൻസ് ഉണ്ടാവും. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും കറക്ഷൻ ഉണ്ടാവും. കറക്റ്റായിട്ട് വലിയൊരു താഴ്ച വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും പറയും, അയ്യോ ഈ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്കും ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം ഞാൻ എപ്പോൾ കൈ വെച്ചിട്ടുണ്ടോ, നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പല്ലവിയാണ്, ഞാൻ എപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യും എന്നുള്ളൊരു പല്ലവി സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. ആ മിസ്റ്റേക്കാണിത്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റോക്ക് മാർക്കറ്റ് താഴത്തേക്ക് കറക്റ്റ് ചെയ്യാണ്. പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. പുള്ളി എപ്പോൾ കൈ വിളിച്ചാൽ ആ ഇൻവെസ്റ്റർ പറഞ്ഞത് ശരിയാണ്. എപ്പോൾ പുള്ളി ഇൻവെസ്റ്റ് ചെയ്താലും സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യും. കാരണം ഇത്രയും നാൾ പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ കൊണ്ട് വളരെ പാനിക് ആവും. എന്നിട്ട് നമുക്ക് സെല് ചെയ്യാം, എങ്ങനെയെങ്കിലും നമുക്ക് സെല് ചെയ്ത് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നിട്ട് പിന്നെ മാർക്കറ്റിന് എന്താ സംഭവിച്ചത്? മാർക്കറ്റ് സ്റ്റഡിലി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, മാർക്കറ്റ് താഴത്തേക്ക് വരുന്നൊന്നുമില്ല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ ഇവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന ആൾക്കാർ പറഞ്ഞു കേൾക്കുമ്പോഴും അപ്പോഴും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്ന് ചിന്തിച്ചിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ലോങ് ടേമിൽ ക്രൈസിസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് 10% 15% കറക്ഷൻ കാണുമ്പോഴത്തേക്കും നമ്മൾ അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് ഓടുന്നതിനെ കൊണ്ടാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇൻവെസ്റ്റേഴ്സിന് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് ഈ സ്പേസിലാണ്. ഈ സ്പേസ് കൂടുതലില്ല എന്ന് പറയാം. ഈ സ്പേസ് ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വെൽത്ത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് അറിയാവുന്ന എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഈ കോവിഡ് ടൈം ഏറ്റവും അൺസർട്ടൺ ആയിട്ടൊരു ടൈം ആയിരുന്നു ഓർക്കുന്നുണ്ടെങ്കിൽ. ആ ഏറ്റവും അൺസർട്ടൺ ആയിട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ വളരെ ഡിസ്പൈറ്റ് മാർക്കറ്റ് ഗോയിങ് 15-20% താഴത്തേക്ക് പോയിട്ട് പോലും അവരെല്ലാവരും 15% CAGR ഇരിക്കുന്ന എത്രയോ ഇൻവെസ്റ്റേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ കുറേ നാൾ വെയിറ്റ് ചെയ്ത് വേണോ വേണ്ടയോ എന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അതേ റിപ്ലിക്ക തന്നെയാണ് ഇവിടെ. കുറേ നാൾ ഇവിടെ ഇങ്ങനെ മറ്റേ കൂടെയുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും അയ്യോ ഇത് വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എന്നിട്ട് പെട്ടെന്ന് FIAs എല്ലാം കൂടി പുൾ ഔട്ട് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കറക്ഷൻ ഫേസ് ചെയ്തതിന് ശേഷം എക്സിറ്റ് ചെയ്ത് പോകുന്ന മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. ദാറ്റ് കുഡ് ബി ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു മേക്ക്. പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നീഡ് വരുന്നുണ്ടെങ്കിൽ ആ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ ഏർലി ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഏറ്റവും താഴെ മാർക്കറ്റ് വരുമ്പോൾ, വിച്ച് ഇസ് റൈറ്റ് നൗ ആസ് വി സ്പീക്ക് 22,800 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ലെവൽസിൽ ഒരു ബോട്ടം ഔട്ട് ചെയ്ത ഒരു ലെവൽസ് ആണ് ഇപ്പോൾ കാണുന്നത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അതിൻ്റെ താഴെ പോവില്ല എന്ന് ഉറപ്പ് വരുത്തുന്നില്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം എല്ലാ യൂണിറ്റ്സും എല്ലാ സ്റ്റോക്ക് പ്രൈസും താഴെ കിടക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ നെഗറ്റീവിലായിരിക്കാം. എന്നാൽ തന്നെ എല്ലാ സ്റ്റോക്സും താഴെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, ബൾക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതിനകത്തേക്ക് അഡീഷണലി ഇൻവെസ്റ്റ് ചെയ്യുക ഫോർ ലോങ്ങർ ടേം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ആ സമയത്ത് നമ്മൾ വളരെ പാനിക്ഡ് ആയിട്ട് നമ്മുടെ മീഡിയൻ എല്ലാം ഫോളോ ചെയ്ത് വളരെ പാനിക്കായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് സെല് ചെയ്തതിനേക്കാളും പകരം നമ്മളെ കൊണ്ട് അന്നേരം പറ്റാവുന്ന എമൗണ്ട് എത്രയാണ് അത് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ, പക്ഷെ ആരും സംസാരിക്കാത്ത അല്ലെങ്കിൽ എവിടെയും ആരും പറയാത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, മാർക്കറ്റ് തിരിച്ച് പഴയ ലെവൽസിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ 70,000 to 80,000 വല്ലതുമായിരിക്കും എമൗണ്ട് എന്ന് പറയുന്നത്. അത് തിരിച്ച് 1 lakhലേക്ക് പോകുമ്പോൾ എൻ്റെ പൈസ ഇട്ടത് തിരിച്ച് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അപ്പം തന്നെ എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം അവിടെ വീണ്ടും നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ, പിക്ചർ ഒന്നുകൂടി ഞാനിവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ആ പിക്ചറിൽ കണ്ട പോലെ അവിടെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നൊരു ചിന്ത നമ്മൾ ചിന്തിക്കാത്തോടത്തോളം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഈ 3 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഇസ് ആഡഡ് വാല്യൂ ടു യു, ആൻഡ് ഇഫ് യു തിങ്ക് ഇറ്റ് ഇസ് ആഡഡ് വാല്യൂ ടു യു, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അറ്റ് ദ സെയിം ടൈം ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അങ്ങനെ അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് for watching once again. Thomas Verghese signing off. Bye-bye.